കൂട്ടുകാരൻ മണിപ്പുഴ ചെല്ലുമ്പോൾ ഞാൻ വരാം. കൂട്ടുകാരൻ്റെ വണ്ടി സൈഡിലൊന്നും ഇടിപ്പിക്കല്ലേ, പെട്ടെന്ന് ബ്രേക്ക് ഔട്ടല്ലേ. ഓക്കെ ആണോ? നോക്കോട്ടെ. അത്രയൊക്കെ ഓടിക്കാനുള്ള കോൺഫിഡൻസ് ആയി അല്ലേ? പിന്നെ എന്നോട് പറഞ്ഞു പൊക്കോ. എങ്ങനെ പറഞ്ഞാന്ന് തന്നെ ഓടിക്കണം കേട്ടോ, എല്ലാ സൈഡും നോക്കണം. മുമ്പേ ഞാൻ ചെയ്തിട്ടില്ല, എന്നാലും പോട്ടെ. ആ ഗ്ലാസ് ശരിയാക്കി വെക്കെ. ബ്രേക്ക് ഒട്ടിക്കണം, വണ്ടി നിർത്തിക്കണം, ഒട്ടിക്കണോ അതൊക്കെ ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ കറക്റ്റ് ആണോ എന്ന്. ഓക്കെ ഓക്കെ അല്ലേ? എല്ലാ സൈഡും ഗ്ലാസ് എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ എന്നാ പോട്ടെ. ആ പുറകെ അങ്ങനെ നോക്കി ഓടിക്കണ്ട, പോട്ടെ. എനിക്കറിയാലോ, ഞാൻ പറയാനല്ലോ ഇപ്പൊ. അതാണ് ഇവിടെ ബ്രേക്ക് ചെറുതാട്ടുകാർ ബ്രേക്ക് ചവിട്ടുമ്പോൾ എപ്പോഴും നോക്കണം പുറയിലെ വണ്ടിക്കാർ കേട്ടോ. ഒത്തിരി ചവിട്ടരുത്. ചവിട്ടണം തന്നെ ലെഫ്റ്റ് ഒന്ന് പിടിച്ച് ചവിട്ടിക്കണം. മറ്റവൻ തൊട്ട് പുറകിലായിരിക്കും, ചിലപ്പോൾ നേരെ നേരെ അയക്കത്തില്ല. ചിലപ്പോൾ സൈഡാണെങ്കിൽ അവൻ കയറി പൊക്കോളും കേട്ടോ. പയ്യെ ചെല്ല്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആക്സിലേറ്റർ ഒന്ന് കാലെടുത്തോണം കേട്ടോ. ഞാൻ ബാക്കി ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. സ്പീഡ് കൂടല്ലേ, നമുക്കൊരു കോൺഫിഡൻസ് ലെവല്. നമുക്ക് ചില വണ്ടി കുറച്ചിറങ്ങും തോന്നും, നല്ല കോൺഫിഡൻസ് ആയി സ്പീഡ് കൂട്ടാതെ. സ്പീഡ് കൂട്ടുന്നതാണല്ലോ നമുക്ക് അതുപോലെ തന്നെ ചവിട്ടി എടുത്താനും പറ്റണം. ചവിട്ടി എടുത്താൽ സഡൻ ചവിട്ടല്ല, നമുക്ക് പുറകും ഫ്രണ്ടും ഒക്കെ നോക്കാനുള്ള സമയം കിട്ടി ചവിട്ടി എടുക്കണം കേട്ടോ. സ്പീഡല്ല വേണ്ടത് കേട്ടോ, ശ്രദ്ധയാണ് വേണ്ടത്. നമുക്ക് ശ്രദ്ധ കൂടും തോറും സ്പീഡ് കൂട്ടാം. റോഡിലെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ദൂരം കണ്ട് വണ്ടി അവിടെ നിന്ന് വരുന്ന വണ്ടിക്കാരൻ എങ്ങോട്ട് ഏകദേശം വരുമെന്നുള്ള ഐഡിയ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡും കൂടെ അതിൻ്റെ കൂടെ നോക്കാൻ പറ്റി. ഗ്ലാസ്സുകളിൽ നോക്കാൻ വരുന്ന ഒരു അവസ്ഥ വരുമ്പം സ്പീഡ് എത്ര വെള്ളം കൂട്ടാം. അതൊരു സേഫായിട്ട് ഓടിക്കണം കേട്ടോ. സ്പീഡിനോടായിരിക്കില്ലേ ക്രൈസ്, നമ്മുടെ ആവശ്യങ്ങൾ നടക്കണ്ട അല്ലേ വണ്ടി കൊണ്ട്. ആ വണ്ടിക്കാരൻ വന്ന ഏകദേശം നമ്മുടെ സൈഡിനോട് ചേർന്ന് വരും കണ്ടോ. അത് അവിടെ നിന്ന് തന്നെ സ്പീഡ് കുറച്ച് ഈ സൈഡിലോട്ട് മാറാനും ഇവിടെ ഒതുങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ ഒതുങ്ങാനും ഒക്കെ പറ്റണം കേട്ടോ. അവനെ മാത്രം നോക്കണ്ടോ, വണ്ടി റോങ് സൈഡ് കയറി വരുന്നുണ്ടോ, ആ വണ്ടി ഔട്ടേക്ക് കയറി. അപ്പോൾ അവൻ കയറി ഒതുങ്ങാനുള്ള സമയം നമ്മൾ കൊടുക്കുക. ഇവിടുന്ന് ശനം സ്ലോ ചെയ്ത് കൊടുക്കും. നമ്മൾ അങ്ങോട്ട് കയറി ചെന്നാൽ അവനും ഒതുങ്ങത്തില്ല, ചിലപ്പോൾ നമുക്ക് ഇടിക്കും അല്ലേ. അവൻ ആ വണ്ടിക്കിട്ട് വെട്ടിച്ച് കയറ്റുമ്പോൾ അവിടെ ഇടിക്കും. നമ്മൾ സേഫ് ആകുന്നതോടെ തന്നെ എതിരെ വരുന്നവന് സേഫ് ആക്കാനുള്ള ഉത്തരവാദിത്തം കൂടെ ഡ്രൈവർക്കുള്ള അല്ലേ. നമ്മുടെ വണ്ടി ഉണ്ട്, ഞാൻ ഇത്ര ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ എൻ്റെ വണ്ടി കാണുമ്പോൾ നീ മാറ്റണമെന്ന് പറഞ്ഞ് നടക്കുമോ? അങ്ങനെ നമ്മൾ ഓടിക്കുന്ന സമയം ഉണ്ടായിരുന്നു. അവർക്കൊന്നുണ്ടോ ആംബുലൻസിന് നേരെ എന്നിട്ട് ആംബുലൻസ് മാറ്റാൻ പറഞ്ഞേ. അതാ വിഷയം. നമ്മുടെ നോട്ടം ഫുള്ള് മാറിപ്പോകും. നമ്മൾ എപ്പോഴും നോക്കേണ്ട വഴിയാണ് നോക്കണ്ട. വഴിയായിട്ടൊരു കണക്ഷൻ വേണം, നല്ലൊരു കണക്ഷൻ അല്ലേ. വണ്ടിക്കകത്ത് നോട്ടായി കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യത്തില്ല കേട്ടോ. ഇൻഡിക്കേറ്റർ മെല്ലെ കിട്ടും. സ്പീഡ് കുറച്ച് പതിയെ എടുക്കണം കേട്ടോ. അങ്ങ് പോക്കോ, ഞാൻ കുഴപ്പമില്ല, ബ്രേക്ക് നോക്കാം. ഇൻഡിക്കേറ്റർ മെല്ലേക്ക്. ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണം കേട്ടോ. സൈഡിൽ ആള് റൈറ്റ് സൈഡിൽ നിന്ന് കയറി വരാൻ സാധ്യതയുള്ള വണ്ടികൾ ശ്രദ്ധിക്കണം. അതെല്ലാം അറ്ററ്റൈം നടക്കണം കേട്ടോ. ഇനി ചെറിയ കട്ടറും കാര്യങ്ങളൊക്കെ കൊണ്ട് ചവിട്ട് വലുതായിട്ടാകരുത് കേട്ടോ. ഇവിടെ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ആൾക്കാർ നോക്കുന്ന എന്നുള്ള ഇതാകല്ലോ കേട്ടോ. നമ്മളങ്ങ് പോവാ. ആദ്യത്തെ കാര്യം, ആൾക്കാർക്ക് നമ്മളെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല ഉണ്ടോ. നമ്മൾ ഇത്ര നേരം വണ്ടി ഓടിച്ചു ആരെങ്കിലും ശ്രദ്ധിച്ചു? ഏതെങ്കിലും വണ്ടിക്കകത്തിരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചോ? നമ്മളെ വണ്ടി നോക്കി നമ്മുടെ കാര്യം നോക്കി പോരുമല്ലേ. അവരെ നടക്കുന്നതിനെ കുറിച്ചോ നിൽക്കുന്നതിനെ കുറിച്ചോ ഡ്രൈവ് ചെയ്യുന്ന സ്റ്റൈലോ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലേ. അതുപോലെ തന്നെയാണ് ആൾക്കാർ കേട്ടോ. നമ്മൾ
നമ്മുടെ വിചാരം പുറകെ വരുന്നവന് ബുദ്ധിമുട്ടാവും. അവൻ്റെ ആവശ്യം നോക്കി കയറിപ്പോക്കോളും. പിന്നല്ലാതെ ഏകദേശം കാണുമ്പോൾ വണ്ടി കാണുമ്പോൾ അവനറിയാം അവൻ്റെ ആവശ്യത്തിന് കയറിപ്പോക്കോളും എന്ന് പറഞ്ഞ് നമ്മൾ റോങ് ആയിട്ട് ചെല്ലണം നല്ല പറഞ്ഞേ. നമ്മൾ സാവകാശം ചെന്നാൽ മതി. ആൾക്കാരെ ബുദ്ധിമുട്ടിക്കില്ല. ലെഫ്റ്റ് സൈഡ് ചേർന്നൊക്കെ സ്പീഡ് കുറവാണ്, ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കണം. ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കറക്റ്റ് ആയിട്ട് ഓക്കെ അല്ലേ? കാണാം. ഓക്കെ അല്ലേ? പേടിയൊന്നുമില്ലോ? കൊള്ളാട്ടെ പോട്ടെ. ചേട്ടൻ മുമ്പല്ലേ എന്നോട് ചോദിച്ചു എൻ്റെ പഠിപ്പ് അടുത്ത് തന്നോണ്ടാ തീരുന്നത്. ഇത് കണ്ടോ തന്നെ ഇത്രയൊക്കെ തന്നെ ഓടിക്കാറായിട്ടുണ്ട്. ഓടിക്കാൻ എങ്ങനെ ഓടിക്കാൻ വന്ന അല്ലേ? സ്റ്റിയറിംഗിലും ബലം പിടിച്ച് വണ്ടിയും വളയ്ക്കാതെ. അങ്ങനെ വണ്ടി കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു നോട്ടം പറഞ്ഞു കണ്ടോ. അതുപോലെ റൈറ്റ് സൈഡ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് അവൻ്റെ വണ്ടിയിൽ നിന്ന് മാറി കൊടുക്കുന്നുണ്ടോ? ഫ്രണ്ട് അത്രയും കൂടെ മാറ്റി കൊടുക്കണം കേട്ടോ. ടേണിംഗ് ഒക്കെ ആകുമ്പോൾ രണ്ട് വണ്ടി ചേർന്ന് വരും ബാക്ക് സൈഡ് അല്ലേ? അവിടെ കട്ടർ വയ്യ ബ്രേക്കൊക്കെ കളിച്ച് റൈറ്റ് എടുത്ത് വരുന്ന വണ്ടി കണ്ടല്ലോ അല്ലേ? പേടിക്കല്ലേ. ലെഫ്റ്റ് വയ്യ ലെഫ്റ്റ് എടുത്ത്. ഓക്കെ അത്രേ ഉള്ളൂ കേട്ടോ. അതൊരു കാൽക്കുലേഷനാണ് നമുക്ക്. മനസ്സിലൊരു ടെൻഷൻ ഉണ്ട്. പറ. ആ കവലെ ചെന്ന് കഴിഞ്ഞിട്ടേ അവിടെ പയ്യെ വളയാം, മറ്റേ മണ്ടയിലോട്ട് കയറത്തില്ലേ? അവിടെ എങ്ങനെയാണ്? അവിടെ പതിയെ വളയാം. വീട് കൊടുക്കരുത്. പയ്യെ കൊടുത്ത് നമുക്ക് പയ്യെ എടുത്താൽ മതി കേട്ടോ. ഇവിടെ ഒക്കെ ടെൻഷൻ ഉണ്ടാകുന്ന സ്ഥലമല്ലേ? ഇവിടെ ഒക്കെ നമ്മൾ ഓടിച്ചില്ലേ? അവിടുത്തെ അല്ലേ? നോക്കാം. അത് കവല നമുക്ക് അടുത്ത പ്രാവശ്യം പഞ്ചായത്ത് കൂടുമ്പോഴേ കവല മാറ്റാൻ പറയാം. ജംഗ്ഷനാവല്ലോ ആക്കാം. കവല അല്ല വിഷയം, കുഴിയാണ്. അത്രയും വണ്ടി വന്ന് കൂടുന്ന സ്ഥലം അല്ലേ? അവിടുന്ന് ഇവിടുന്നൊക്കെ വണ്ടി വരും. പിന്നെ നമ്മളെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ പെട്ടെന്ന് ആൾക്കാർ കളിയാക്കും അല്ലേ? കണ്ടോ അങ്ങനെ ആൾക്കാർക്ക് കളി നോക്കുന്ന തന്നെ. വണ്ടി നമുക്ക് നമ്മുടെ പൈസ കൊടുത്ത് വെച്ച വണ്ടി നമ്മുടെ ഇവിടെ വന്ന് പഠിച്ചോണ്ട് വന്നപ്പോൾ വണ്ടി നിന്നുപോയി. കട്ടോണ്ട് വന്നതല്ലോ. ലെഫ്റ്റ് സൈഡ് പിടിച്ചെടു. റൈറ്റ് എടുക്കണ്ട, ലെഫ്റ്റ് സൈഡ് പിടിച്ചെടുക്കണം കേട്ടോ. അവിടുന്ന് ട്രെയിനിങ് എടുത്ത് വരുന്ന വണ്ടിക്കാരന് നമ്മളെ കാണാൻ പറ്റത്തില്ല പെട്ടെന്ന്. ബ്ലാങ്ക് സൈഡിലായി പോകും നമ്മൾ കേട്ടോ. ഇനി അവിടെ ചെന്ന് ഇൻഡിക്കേറ്റർ ഇടും മേളിലേക്ക് ധൃതി വെക്കില്ല. പിന്നെ 50 മീറ്റർ മുമ്പെങ്കിലും ഇൻഡിക്കേറ്റർ ഉണ്ടായി. പറയുന്ന വണ്ടിക്കാരൻ നമുക്ക് അതിനുള്ള സാവകാശം സ്പീഡ് കുറയ്ക്കും. പറയാം നമുക്കേ പറയുന്ന വണ്ടിക്കാരൻ അതിനുള്ള സാവകാശം. പയ്യ ചെല്ലു പയ്യ പോസ്റ്റ് വരുമല്ലോ കേട്ടോ. പയ്യെ സ്പീഡ് കൂടാതെ പയ്യെ ആശുപത്രി വിടാ. പതിയെ ആശുപത്രി പയ്യെ പോട്ടെ കയറിക്കോട്ടാ. സ്പീഡ് കുറച്ചേടാ പയ്യെ. സ്പീഡ് കുറച്ച് അത്ര ഉള്ളു കണ്ടോ. നൈസല്ലായിരുന്നോ? ഇതാണ് ടെൻഷൻ അടിച്ചത്. പിന്നെ ഇനി ജിത്തുവിൻ്റെ ഒക്കെ വീടിൻ്റെ അവിടുത്തെ ഇപ്പുറത്തെ ഇതേ ഉള്ളു. സ്പീഡ് കുറച്ച് ആ ചെറിയ വഴിയെ കയറിപ്പോണ്ട. ഓക്കെ അല്ലേ? ലെഫ്റ്റ് സൈഡ് മതിലില്ല കേട്ടോ. സ്പീഡ് കുറച്ച് അത്രയും പിടിക്കില്ല. റൈറ്റ് അത്രയും പിടിക്കണ്ട. ലെഫ്റ്റ് സൈഡിൽ മിററിൽ കൂടെ നോക്കുക. ഏകദേശം കണ്ടോ വണ്ടി പോകണം. അത്രയും ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ എല്ലാ സൈഡിലും പോസ്റ്റും ഒക്കെ ഉണ്ട്. പക്ഷേ ലെഫ്റ്റ് പിടിച്ച് സ്പീഡ് കുറച്ച്. ഇവിടെ സ്പീഡ് കൂടല്ലേ? ഇവിടെ സ്പീഡല്ല വേണ്ടത്. നമുക്ക് രണ്ട് സൈഡിലും സ്പേസിങ് കറക്റ്റ് ആണോ നോക്കി പതിയെ ഓടിച്ച് പോയാൽ മതി. നമ്മൾ ഓക്കെ ആകുമ്പോഴത്തേക്കും കേട്ടോ. കുഴപ്പമില്ല. ഹോൺ ഡിച്ച് കുഴപ്പമില്ല. പൊറോട്ട എടുത്തോളൂ. റിവേഴ്സ് ഗിയറുള്ള വണ്ടിയല്ലേ? അവനവിടെ കൊണ്ടുവന്ന് വണ്ടിയും വെച്ചോ പോകത്തില്ല. പോട്ടെ അങ്ങോട്ട് ചെല്ല്. അതിൻ്റെ ബാക്കി റിവേഴ്സ് എടുക്കാം. അത് നമ്മുടെ വീടിൻ്റെ അങ്ങ് താഴെ പോകാൻ നടത്താം. പറമ്പിടാന്ന്